ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. സൂപ്പർ കൺമണിയുടെ ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കൺമണിയുടെ ഓട്ടോയിൽ സ്വന്തം വീട്ടിൽ വന്നിറങ്ങുകയാണ്. കൺമണിയെ കാണുന്നതും ഗോകുലിനും അമ്മായിമാർക്കും ഒക്കെ ഒത്തിരി സന്തോഷമാവുന്നുണ്ട്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണല്ലോ കൺമണിയെ കാണുന്നത്. അവര് കൺമണിയുടെ അടുത്തേക്ക് സ്നേഹത്തോടെ ചെല്ലും. ദേ കൺമണി വന്നു ഉറക്കെ വിളിച്ച് പറയുന്നുണ്ട് അമ്മായിമാര് ശ്രീനിയോടും. അങ്ങനെ ശ്രീനിയും അവിടേക്ക് വരുന്നു. പക്ഷെ കൺമണിയുടെ മുഖത്ത് നല്ല ദേഷ്യമാണ്. ദേഷ്യഭാവത്തിലാണ് കൺമണി വന്നിറങ്ങുന്നത്. എന്നിട്ട് ഗോകുലിനോട് ചോദിക്കുക, അവൻ എവിടെ, ആ വരുൺ എവിടെ? അച്ഛാ, അവനെ ഇന്നും എന്നെ ഇറക്കി വിടണം എന്നും പറഞ്ഞുകൊണ്ട് രണ്ടും കൽപ്പിച്ച് അകത്തേക്ക് കയറി പോകാൻ തുടങ്ങുന്നതും ശ്രീനി കൺമണിയെ തടയുന്നുണ്ട് കേട്ടോ. മോളെ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ മോളെ, നീ അവനെ സൂക്ഷിക്കണം, അവൻ രണ്ടും കൽപ്പിച്ചാണ് നിൽക്കുന്നത് എന്നൊക്കെ ഓർമ്മിപ്പിക്കുമ്പോൾ കൺമണി പറയാണ്, ഞാൻ രണ്ടും കൽപ്പിച്ചല്ല 3 കൽപ്പിച്ചാണ് വന്നിരിക്കുന്നത്. അവന് 2 കൊടുക്കണം, എന്നിട്ട് ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടണം. ഇനി ഒരിക്കലും അവൻ ഇങ്ങോട്ട് വരരുത്. ഇത് 3 ഞാൻ എന്തായാലും ചെയ്തിരിക്കും എന്നൊക്കെ ശബ്ദം ചെയ്യുകയാണ് കൺമണി. ഇതേ സമയം അമ്മായിമാരും പറഞ്ഞു കൊടുക്കുന്നുണ്ട്, മോളെ അവന്റെ കയ്യിൽ കത്തിയൊക്കെ ഉണ്ട്. ആയിക്കോട്ടെ, എനിക്ക് ഒരു പേടിയില്ല, അല്ലെങ്കിൽ നിങ്ങളൊക്കെ എന്തിനാ അവനെ വീട്ടിൽ കയറ്റിയത്? അപ്പൊ ശ്രീനി പറഞ്ഞു കൊടുക്കും, മോളെ ഞങ്ങൾ അവനെ കയറ്റിയതൊന്നുമല്ല, അവൻ കയറി താമസിച്ചതാ. ഗോകുലം പറഞ്ഞു കൊടുക്കുകയാണ്, ഞാൻ പറഞ്ഞല്ലോ അപ്പയോട്, ഒന്നുമില്ലെങ്കിൽ അപ്പയെ കല്യാണം കഴിക്കണം, ഇല്ലെങ്കിൽ സ്വർണം തിരിച്ചു കൊടുക്കണം. ഇതായിരുന്നു അവന്റെ ഡിമാൻഡ്. ധനലക്ഷ്മി സ്വർണം കൊടുക്കില്ലല്ലോ, അതുകൊണ്ട് കയറി താമസിക്കണമെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾക്കത് സമ്മതിക്കാൻ നിവൃത്തി ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നിന്റെ മുറിയിലാണ് അവൻ കയറി അടയിരിക്കുന്നതും, അതുകൊണ്ട് തന്ത്രപരമായിട്ട് മതി അവനെ ഇവിടെ നിന്ന് ഇറക്കി വിടുന്നത്. അനിരുദ്ധ് അവന്റെ പിന്നിലുണ്ട് എന്നൊക്കെ അമ്മായിമാരും നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ് കൺമണിക്ക്. ശ്രീനി ആണെങ്കിലും കൺമണിയെ ഉപദേശിക്കുന്നുണ്ട്, നമുക്ക് ബലമായിട്ട് അവനെ അടിച്ചിറക്കൊന്നും വേണ്ട, നമുക്ക് നിയമപരമായിട്ട് ഇതിനെ നേരിടാം, പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാം. എന്നാൽ കൺമണി പറയുകയാണ്, അനിരുദ്ധിന്റെ പോലീസല്ലേ, അയാള് വരുണിന്റെ കൂടെ അല്ലേ നിൽക്കുകയുള്ളൂ. മാത്രമല്ല എനിക്കിപ്പോ കാത്തു നിൽക്കാനൊന്നും സമയമില്ല, ഇവിടെ ഇപ്പൊ ഞാൻ തന്നെയാണ് പോലീസ് എന്നും പറഞ്ഞ് വരുണിന്റെ അടുത്തേക്ക് പോകാൻ തന്നെ തുടങ്ങുകയാണ്. ശ്രീനി ആണെങ്കിൽ കൺമണിയെ പിടിച്ചു നിർത്തുന്നുണ്ട്. പക്ഷേ ശ്രീനിയുടെ കൈകൾ തട്ടി മാറ്റിക്കൊണ്ട് അച്ഛനൊന്ന് മാറി നിൽക്കുന്നുണ്ടോ എന്നും പറഞ്ഞുകൊണ്ട് കൺമണി ദേഷ്യത്തോടു കൂടി അകത്തേക്ക് കയറി പോകും. വരുണാണെങ്കിൽ കൺമണിയുടെ റൂമിൽ പാട്ടൊക്കെ കേട്ട് സുഖിച്ച് അതിൽ ലയിച്ചിരിക്കുകയാണ്. കൺമണി തന്റെ റൂമിലേക്ക് കടക്കുന്നതും ഈ ഒരു കാഴ്ച തന്നെയാണ് കാണുന്നതും. കൺമണി വരുണിനെ ഇങ്ങനെ തുറിച്ചു നോക്കി നിൽക്കുന്നുണ്ട്. വരുണാണെങ്കിൽ ഒന്നും ആദ്യം അറിയുന്നില്ല, പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോഴാണ് അതേ കൺമണി മുന്നിൽ നിൽക്കുന്നു. എന്നിട്ട് മുഖത്ത് സന്തോഷമൊക്കെ വരുത്തിക്കൊണ്ട്, ആ കൺമണിയോ, കൺമണി നീ വന്നതല്ലേ, നിന്നെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു ഞാൻ. കൺമണി, കഴിഞ്ഞതൊക്കെ പോട്ടെ, ദേ നീയും കൃഷും ഏതെങ്കിലും കാട്ടിലോ മേട്ടിലോ എവിടെയെങ്കിലും ആയിക്കോട്ടെ, ഓഫീസ് കാര്യത്തിനായിരിക്കുമല്ലോ നിങ്ങൾ പോയിട്ടുണ്ടാവുക. കൺമണിയെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാ ഞാൻ ഇവിടെ വന്ന് താമസിക്കുന്നത്. ഒന്നുകിൽ നിന്നെ എനിക്ക് കെട്ടണം, അല്ലെങ്കിൽ എന്റെ 101 പവൻ എനിക്ക് കിട്ടണം. പക്ഷെ പിന്നെ ഞാൻ ആലോചിച്ചപ്പോ സ്വർണം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് നിന്നെ കിട്ടിയാൽ മതിയെന്ന് തീരുമാനിച്ചു. എനിക്ക് നീ മതി, എനിക്ക് നിന്നെ മതി കൺമണി. നമുക്ക് ഇവിടുന്ന് നേരെ രജിസ്റ്റർ ഓഫീസിലേക്ക് പോവാം, എന്നിട്ട് കല്യാണം കഴിക്കാം. ഇതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുകയാണല്ലോ കൺമണി. അവസാനം വരുൺ പറഞ്ഞു കഴിഞ്ഞപ്പോ ചോദിക്കുകയാണ്, നിനക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞോന്ന്. വരുൺ അത് കേട്ട് അന്തം വിടുന്നുണ്ട്. നിന്റെ ബാഗ് സാധനങ്ങളൊക്കെ എടുത്തു പറയുക മാത്രമല്ല, വരുണിന്റെ കയ്യിൽ കയറി പിടിച്ചിട്ട് ഇറങ്ങി പോവാൻ തന്നെ ആജ്ഞാപിക്കുന്നുണ്ട്. വരുണിനാണെങ്കിൽ വയ്യാത്ത കൈയല്ലേ, അതിൽ ബലമായിട്ട് പിടിക്കുമ്പോ വേദന എടുക്കുന്നുണ്ട്, കിടന്ന് കരയുന്നുണ്ട്. കൺമണി ചോദിക്കുകയാണ്, നിനക്കെന്നെ കല്യാണം കഴിക്കണം അല്ലേ, നിന്റെ ആഗ്രഹങ്ങളൊക്കെ ഞാൻ നടത്തിത്തരാം, ഇറങ്ങണമെന്ന് പറഞ്ഞ് അലറുകയാണ് കേട്ടോ വരുണിന് നേരെ. എന്നാൽ ധനലക്ഷ്മി പറയും കൺമണിയോട്, കൺമണി നീ ഈ കാണിക്കുന്നതിനൊക്കെ അനുഭവിക്കേണ്ടി വരുമെന്ന്. അനിരുദ്ധ് സാർ ഇടപെടുമെന്നൊരു വാണിംഗ് കൂടെ കൊടുക്കുമ്പോ, അനിരുദ്ധ് സാർ ഇടപെട്ടോട്ടെ, അതിന് എനിക്കെന്താ, ഏട്ടത്തെ ഇടപെടാതിരുന്നാ മതി. ഒരു അനിരുദ്ധ് അവനിങ്ങോട്ട് വരട്ടെ. ശേഷം വരുണിനോട് ഇറങ്ങാൻ പറഞ്ഞിട്ട് പിടിച്ച് വലിക്കുകയാണ്, കയ്യിൽ പിടിച്ച് വലിക്കുകയാണ്. വരുണാണെങ്കിൽ നന്നായിട്ട് വേദനിച്ചുകൊണ്ട് പറയാ, കൺമണി ഒന്നുകിൽ നീ എന്നെ കെട്ടണം, അല്ലെങ്കിൽ എനിക്ക് സ്വർണം കിട്ടണം, ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ സ്വർണ്ണ. ഇത് കേൾക്കേണ്ട താമസം കൺമണി ധനലക്ഷ്മിയോട് ആ സ്വർണ്ണം എടുത്തുകൊണ്ട് വരാൻ പറയാണ്. എന്നാൽ ധനലക്ഷ്മി അതിന് തയ്യാറാവുന്നില്ല, പാറ പോലെ ഉറച്ചു നിൽക്കുക തന്നെയാണ് ചെയ്യുന്നത്. അത് കണ്ടിട്ട് കൺമണി പിന്നെയും ആജ്ഞാപിക്കുന്നുണ്ട് ധനലക്ഷ്മിയോട് സ്വർണ്ണം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞിട്ട്. അപ്പൊ ധനലക്ഷ്മി തിരിച്ചു പറയാ, ഓ അത് കൊള്ളാം, നീ ആജ്ഞാപിച്ചാൽ ഉടനെ സ്വർണം തരണോ ഞാൻ, അതും ഞാൻ എന്റെ സമ്പാദ്യം മുഴുവൻ നിനക്ക് എടുത്തു തരണമെന്നോ? അതൊരിക്കലും നടക്കില്ല. ഈ കല്യാണം നടത്താൻ വേണ്ടി ഞാനും കുറെ ഓടിയിട്ടുണ്ട്, അതിന്റെ നോട്ടക്കൂലിയാ ഈ സ്വർണം. എന്നാൽ അത് നോട്ടക്കൂലിയല്ലെന്നും കൈക്കൂലിയാണെന്നും, വഴിവിട്ട രീതിയിൽ കല്യാണം നടത്തി കൊടുക്കാൻ കിട്ടിയ കൈക്കൂലി, അത് മര്യാദയ്ക്ക് തിരിച്ചു കൊടുക്ക്. ഏട്ടത്തിയായിട്ട് എടുക്കുന്നില്ലെങ്കിൽ അത് ഞാൻ തന്നെ ചെന്നെടുത്തോളാം. അമ്മായിമാരാണെങ്കിലും ധനലക്ഷ്മിയെ കുറ്റപ്പെടുത്തുന്നുണ്ട്. മര്യാദയ്ക്ക് സ്വർണ്ണം എടുത്തുകൊണ്ട് വരാൻ തന്നെ ആജ്ഞാപിക്കുന്നു. ഒടുവിന് ഞാൻ തന്നെ എടുത്തുകൊണ്ട് വരാമെന്നും പറഞ്ഞ് സ്വർണ്ണം എടുക്കാനായിട്ട് പോകുന്നുണ്ട്. കൺമണിയാണെങ്കിൽ ഈ ഗ്യാപ്പ് കൊണ്ട് വരുണിനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയിട്ട് പുറത്തേക്ക് തള്ളുകയാണ്.
പുറത്തു കൊണ്ടുപോയി നിർത്തിയതിനു ശേഷം ഗോകുലിനോട് കൺമണി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഗോകുലെ നീ ഒരു വീഡിയോ എടുത്തോ, ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇവൻ പിന്നീട് മാറ്റി പറഞ്ഞെന്നിരിക്കും. ശേഷം ധനലക്ഷ്മിയുടെ കയ്യിൽ നിന്ന് സ്വർണം മേടിച്ച് കൺമണി വരുണിന്റെ കയ്യിലോട്ട് അങ്ങോട്ട് വെച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, ഇതല്ലാതെ എന്തെങ്കിലും ആഭരണം നീ ഈ വീട്ടിൽ ഏൽപ്പിച്ചിട്ടുണ്ടോ എന്ന്. ഇല്ലെന്ന് വരുൺ മറുപടി കൊടുക്കുന്നുണ്ട്. ശേഷം കൺമണി ധനലക്ഷ്മിയോട് ചോദിക്കുന്നുണ്ട്, ഇത് സ്വർണം മാത്രമല്ലേ ഉള്ളൂ, രൂപയൊക്കെ എവിടെ? അത് പിന്നെ സ്വർണം മാത്രം കൊടുത്താൽ പേരെയും ചോദിക്കുന്നുണ്ട് ധനലക്ഷ്മി. എന്നാൽ കൺമണിക്ക് അത് കേട്ട് ദേഷ്യം വരുന്നു. നിങ്ങൾ മര്യാദയ്ക്ക് പണവും കൂടെ എടുത്തിട്ട് വരാൻ ആജ്ഞാപിക്കുന്നു. ധനലക്ഷ്മി എന്നെ നിവൃത്തിയില്ലാതെ ആ പണവും കൂടെ എടുത്ത് കൊടുക്കുകയാണ്. കൺമണി നേരെ ആ പണം വരുണിന്റെ കയ്യിൽ വെച്ചു കൊടുക്കും. എന്നിട്ട് എണ്ണി നോക്കാൻ പറയുന്നുണ്ടെങ്കിലും വരുൺ പറയും, വേണ്ട, എണ്ണി നോക്കേണ്ട കാര്യമൊന്നുമില്ല, എനിക്ക് വിശ്വാസമാ. എന്നിട്ട് പറയുകയാണ്, ഇനി ഞാനൊരു കാര്യം പറയട്ടെ എല്ലാവരോടായിട്ട്, അത് പിന്നെ ഈ സ്വർണവും പണവും ഒന്നും എനിക്ക് വേണമെന്നില്ല. ഇത് കേൾക്കേണ്ട താമസം ധനലക്ഷ്മി ഓടിച്ചെന്ന് ആ സ്വർണവും പണവും എടുക്കാൻ നോക്കുന്നുണ്ട് തിരിച്ച്. അപ്പോ കൺമണി ധനലക്ഷ്മിയോട് അലറുകയാണ്, പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയാണ്, ഈ പണവും സ്വർണ്ണം ഒന്നും എടുത്തു പോരുത്. വരുൺ പറയും, എനിക്ക് സ്വർണവും പണമൊന്നും വേണ്ട, പക്ഷെ അതിന് പകരമായിട്ട് കൺമണിയെ മതി, കൺമണി എനിക്ക് കല്യാണം കഴിച്ചാൽ മതി. അപ്പൊ കൺമണി തിരിച്ച് പറയാണ്, നിന്നെ കല്യാണം കഴിക്കുന്നതിനേക്കാളും ഭേദേ ഞാൻ ആത്മഹത്യ ചെയ്യുന്നതാ. എന്തായാലും എനിക്ക് നിന്റെ കൂടെ ഒന്നിച്ച് ജീവിക്കാനൊന്നും താല്പര്യമില്ല. പക്ഷെ എന്റെ മനസ്സിലെ പേടി മാറ്റി തന്നവരിൽ ഒരാൾ നീയും കൂടെ. മുമ്പ് നിന്റെ പേര് കേൾക്കുമ്പോ തന്നെ എനിക്ക് ഭയമായിരുന്നു. വരുൺ വരുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് വെപ്രാളമായിരുന്നു. നിന്റെ നോട്ടം കാണുമ്പോ, ചിരി കാണുമ്പോ ഒക്കെ ഞാൻ പേടിച്ച് വിറയ്ക്കുമായിരുന്നു. എന്നെ വെറുതെ വിടാൻ നിന്റെ കാല് പിടിച്ച് കരയുമായിരുന്നു. പക്ഷെ നോക്ക്, കാര്യങ്ങളൊക്കെ ഇപ്പൊ നേരെ തിരിഞ്ഞിരിക്കുക. എന്റെ മുമ്പില് ഇപ്പൊ നീയാണ് തൊഴുത് പേടിച്ചു നിൽക്കുന്നത്. ഒരു പ്രാണിയെ തൂക്കിയെടുത്ത് കളയും പോലെ നിന്നെ എടുത്ത് കളയും ഞാൻ. എനിക്ക് എത്രമാത്രം ശക്തി ഉണ്ടെന്ന് നീ തന്നെ എനിക്ക് കാണിച്ചു തന്നു. ഇതെല്ലാം കേട്ട് വരുൺ ചോദിക്കുകയാണ്, കണ്ടില്ലേ, അപ്പൊ എന്നെ കൊണ്ട് ഇത്രയും ഗുണമൊക്കെ ഉണ്ടായില്ലേ, ഇനി എന്നെ കല്യാണം കഴിച്ചൂടെ? ഇതങ്ങോട്ട് കേൾക്കുന്ന കൺമണിക്ക് കൂടുതൽ ദേഷ്യമാവുന്നുണ്ട്. നിനക്കെന്നെ കല്യാണം കഴിക്കണോടാന്ന് ചോദിച്ച തുറച്ചു നോക്കുന്നുണ്ട്. ഒടുവിൽ വേണ്ടെന്ന് തന്നെ വരുൺ പറയും. ഈ കാര്യങ്ങളെല്ലാം, ഈ രംഗങ്ങളെല്ലാം ഗോകുല് വീഡിയോ ആയിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഗോകുല് കൺമണിയെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, നഷ്ടപരിഹാരം ചോദിച്ചില്ലേ, അതിന്റെ കാര്യം കൂടെ ഒന്ന് ക്ലിയർ ചെയ്യണേ എന്ന്, അല്ലെങ്കിൽ പിന്നെ അതിന്റെ കാര്യം പറഞ്ഞ് വീണ്ടും ഇങ്ങോട്ട് വരുമെന്ന്. ഉടനെ കൺമണി ചോദിക്കുന്നുണ്ട് വരുണിനോട്, നിനക്ക് നഷ്ടപരിഹാരം വല്ലതും വേണോന്ന്. വേണ്ടെന്നാണ് വരുൺ പേടിയോടെ പറയുന്നത്. എങ്കിൽ പിന്നെ വേഗം ഇവിടുന്ന് സ്ഥലം വിട്ടു, നമ്മൾ തമ്മിലുള്ള സകല ഇടപാടുകളും ദേ ഇവിടെ ഈ നിമിഷം അവസാനിച്ചിരിക്കുക. വരുണിനോട് വേഗം ഇവിടുന്ന് ഇറങ്ങിപ്പോവാൻ പറയുന്നുണ്ട് കൺമണി. പിന്നെ നിന്റെ അനിരുദ്ധിനെ ഒന്ന് അറിയിച്ചേക്ക്, കൺമണി ഇപ്പൊ വേറെ ആളാണെന്ന്. അവനെ തൊപ്പിയുടെ ശക്തിയേ ഉള്ളൂ, പക്ഷെ എനിക്ക് പെണ്ണിന്റെ ശക്തിയാ. ഒരു പെണ്ണിന്റെ ശക്തിക്ക് മുമ്പില് വേറൊരു ശക്തിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്ന് നിനക്ക് അറിയാലോ. അതുകൊണ്ട് ഈ സാധനങ്ങളെല്ലാം എടുത്തിട്ട് വേഗം ഇവിടുന്ന് സ്ഥലം കാലിയാക്കടാ. വരുന്നാണെങ്കിൽ ഇതിനിടയിൽ പല തന്ത്രങ്ങളും പ്രയോഗിക്കുന്നുണ്ട്. എന്റെ കൈ വേദനിക്കുന്നു, എനിക്കിത് എടുത്തുകൊണ്ട് പോകാൻ വയ്യെന്നൊക്കെ പറയുന്നുണ്ട്, ഒരു സിമ്പതി കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ കൺമണിക്ക് ഒരു കുലുക്കവും ഇല്ല. വേദന എടുക്കുന്നുണ്ടെങ്കിലേ റോഡിൽ ചെല്ലുമ്പോ ചുമക്കാൻ വേറെ ആളെ കിട്ടും. മാത്രമല്ല അവിടെ കൂടി നിൽക്കുന്ന ധനലക്ഷ്മിയോടും അമ്മായിമാരോടും എല്ലാവരോടും അകത്തേക്ക് പോകാനും കൽപ്പിക്കുന്നുണ്ട്. അവര് വേഗം പേടിച്ച് അകത്തേക്ക് കയറിപ്പോകും. ശേഷം വരുണിനോട് പറയും, ഞാനേ ഈ കഥ കടക്കാൻ പോവുക, ഈ കഥ കടച്ച് വീണ്ടും തുറക്കുമ്പോ നിന്നെ ഇവിടെ കാണാൻ പാടില്ല. അതും പറഞ്ഞ അകത്തേക്ക് കയറിയിട്ട് വാതില് കൊട്ടി അടക്കുകയാണ് വരുണിന് നേരെ. വരുണാണെങ്കിലും എല്ലാം കൊണ്ട് നാണം കെട്ടു പോകുന്നു. കൺമണിയോടുള്ള പ്രതികാരവും മനസ്സിൽ തിളച്ചു മറിയുന്നുണ്ട്. കൺമണിയാണെങ്കിൽ തന്റെ റൂമിൽ ചെന്നിരിക്കുമ്പോ ഗോകുല് ചിരിയോടെ വന്ന് നിൽക്കുന്നുണ്ട്. ഇപ്പൊ കൺമണി ഗോകുലിനോട് ചോദിക്കും, നീ എന്താടാ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത്? അത് പിന്നെ അപ്പയ്ക്ക് ഇത്രയും ശക്തി ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാ അറിയുന്നത് എന്ന് ഗോകുല് പറയുന്ന സമയത്ത്, നീ മാത്രമല്ല, ഇപ്പോഴാ ഞാനും അത് തിരിച്ചറിയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആ വരുണിനോട് പറഞ്ഞത് ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്നതിന് നന്ദിയെന്ന്. സത്യമായിട്ട് തന്നെ ഞാനത് പറഞ്ഞതാടാ. എന്റെ മനസ്സിൽ ഇത്രയും ബലമുണ്ടെന്ന് എനിക്ക് തന്നെ കാണിച്ചു തരാൻ വേണ്ടി ഭഗവാനായിട്ട് ഒരുക്കിയ സന്ദർഭമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. നമ്മൾ പേടിച്ചിരിക്കുന്ന പലരും ഇത്രയേ ഉള്ളൂടാ. നമ്മൾ ഭയക്കുന്നു എന്ന് കാണുമ്പോഴാണ് അവർക്ക് ധൈര്യം കൂടുന്നത്. പേടിക്കാതെ വന്ന് നിന്നാ എതിരാളി ഒന്ന് പതറുകയെങ്കിലും ചെയ്യും. അതാണ് ഇന്നിവിടെ സംഭവിച്ചത്. ഇതേസമയം ഗോകുല് ചോദിക്കുന്നുണ്ട്, വരുൺ ചേട്ടൻ ഈ കാര്യങ്ങളെല്ലാം അനിരുദ്ധിനെ വിളിച്ച് അറിയിക്കില്ലെന്ന്. അപ്പൊ കൺമണി പറയും, അവൻ അറിയിച്ചോട്ടെ, അവൻ അറിയിക്കണം, അനിരുദ്ധം വരണം. അവൻ ഇപ്പൊ തന്നെ വയറ് നിറച്ച് കിട്ടിയിട്ടുണ്ട്, എന്നാലും അത് പോരാ, ഇനിയും ബാക്കിയുണ്ട്. അത് എന്റെ മുന്നിൽ നിന്ന് തന്നെ നേരിട്ട് കിട്ടണം. തുടർന്ന് ഗോകുല് ചോദിക്കുന്നുണ്ട്, അനിരുദ്ധം വരണം ഒക്കെ അവിടെ നിൽക്കട്ടെ, ക്രിഷ് സാറിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാ? അത് പിന്നെ ഞാൻ പ്രത്യേകിച്ച് പറയുന്നത് എന്തിനാ, എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ നിനക്കും അറിയാലോ എന്ന് കൺമണി പറയുന്ന സമയത്ത്, അതൊക്കെ ശരി തന്നെയാ, പക്ഷെ ക്രിഷ് സാറിനെ കുറിച്ച് എനിക്ക് എത്ര കേട്ടാലും മതിയാവില്ല. ഗോകുൽ ആ പറഞ്ഞത് കേട്ട് ഓഹോ അങ്ങനെയാണോ എന്ന് ചോദിക്കുന്നുണ്ട് കൺമണി. സത്യമായിട്ടും അപ്പേ ആ വരുൺ ഇവിടെ വന്ന് സകല വൃത്തികേടുകളും കാണിക്കുമ്പോഴേ എനിക്കൊരു ധൈര്യം, നമ്മളെ രക്ഷിക്കാൻ ക്രിഷ് സാർ ഇവിടെ എവിടെയോ ഉണ്ടെന്നുള്ളതാ. ക്രിഷ് സാർ ഉള്ളിടത്തോളം കാലം നമുക്ക് ഒന്നിനെയും പേടിക്കേണ്ട കാര്യമില്ലാത്തേ. ക്രിഷ് സാറിന്റെ കയ്യിൽ നിന്ന് കിട്ടിയതായിരിക്കും അപ്പക്ക് ഈ ശക്തിയും ധൈര്യമൊക്കെ അല്ലെ? ഇത് കേൾക്കുന്നതും കൺമണി ചോദിക്കുന്നുണ്ട്, അപ്പൊ എനിക്ക് സ്വന്തമായിട്ട് ധൈര്യവും ശക്തിയൊന്നും ഇല്ലെന്നാണോ നീ പറയുന്നതെന്ന്? അയ്യോ അങ്ങനെയല്ല,
നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ചാൽ സൂപ്പർ ആയിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാ. എന്നാൽ അത് കേൾക്കുന്ന കൺമണി വിഷമത്തോടെ പറയുന്നുണ്ട്, ആ ഒരുമിക്കല് എന്തെങ്കിലും നടക്കുമെന്നൊന്നും എനിക്ക് അറിയില്ല ഗോകുലെ. മാനസ മേഡത്തിന്റെ പക കൂടിക്കൊണ്ടിരിക്കുകയല്ലേ. ഇന്ന് തന്നെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എന്നെ വല്ലാതെ ഇൻസൾട്ട് ചെയ്തു. സാഗർ സാർ ഇപ്പൊ ആശുപത്രിയില്ല. ക്രിസ് സാറിന്റെ കൂടെ ഞാനും ആശുപത്രിയിൽ പോയിരുന്നു. അവിടെ വെച്ച് മാനസ മേഡം എന്നെ ആട്ടിപ്പായിക്കുക വരെ ചെയ്തു. ക്രിസ് സാർ ഇതിൽ ഇടപെട്ടില്ലേന്ന് ചോദിക്കുന്ന ഗോകുലിനോട്, ക്രിസ് സാർ ഇടപെട്ടു, എനിക്ക് വേണ്ടി സംസാരിച്ചു. പക്ഷേ ഞാൻ ആകെ തകർന്നു പോയടാ. എന്നാൽ മാനസ മേഡത്തിനൊന്നും അത്ര കണക്കാക്കാനില്ലെന്നും വരുൺ ചേട്ടനെ വരെ ചെവിയിൽ തൂക്കിയെടുത്ത് പുഷ്പം പോലെ പുറത്തേക്കിട്ട അപ്പയ്ക്ക് മാനസ മേഡത്തിനോട് എതിരിടാനാണോ ബുദ്ധിമുട്ട്? അപ്പ സൂപ്പറാ. അപ്പയ്ക്ക് മുന്നിലെ മാനസ മേഡം ഒന്നും ഒരു ഭീഷണിയേ അല്ല. എന്നാൽ ഇതേ സമയം കൺമണി ഗോകുലിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, വരുണിനെ പോലെ അല്ല മാനസ. അവളുടെ മനസ്സിൽ എന്താണെന്ന് നമുക്കറിയാൻ പറ്റില്ല. മനസ്സിൽ എന്തായാലും ശരി, അത് അപ്പയോടൊന്നും ഏൽക്കാൻ പോകുന്നില്ല. ഇനി ആര് വന്നാലും അപ്പയെ ജയിക്കൂ. പക്ഷെ അപ്പേ, ഒരാളെ അപ്പ ശ്രദ്ധിക്കണം. അമ്മ ആ 101 പവനും 10 ലക്ഷം രൂപയും കൈവിട്ടു പോയതിന്റെ വെപ്രാളത്തില്. അമ്മ ഇനി എന്തൊക്കെയാ കാണിച്ചു കൂട്ടുക എന്ന് കണ്ടു തന്നെ അറിയണം. അമ്മായിമാർക്ക് ഇപ്പോഴും അവര് കണ്ടത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ അതോ എന്നൊന്നും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഇരിക്കുന്നത്. സിനിമയിലൊക്കെ നായകന്മാരും വില്ലന്മാരെ ഇടിച്ച് റൊട്ടിയാക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ നായിക വില്ലനെ അടിച്ചൊതുക്കുന്നത് അത്ര സാധാരണമല്ല. അതും വലിയ അധ്വാനമില്ലാത്ത ഇടിയായിരുന്നല്ലോ. ഒന്ന് തോണ്ടി എറിയും പോലെ. അവൻ ഇത്രയേ ഉള്ളെന്ന് അറിഞ്ഞിരുന്നെങ്കിലേ നമുക്ക് നേരത്തെ തന്നെ ചവിട്ടിക്കൂട്ടി ഇവിടുന്ന് പറഞ്ഞയക്കായിരുന്നു. നമ്മള് 3 പേരില്ലേ എന്നൊക്കെ തോന്നിപ്പോവുകയാണ് അമ്മായിമാർക്ക്. എന്നാൽ 3 പേരെല്ലാം 30,000 പേരുണ്ടായാലും മനസ്സിന് കെട്ടിയില്ലെങ്കിൽ കാര്യമില്ല. കൺമണി പോയപ്പോ പാവമായിരുന്നല്ലോ, പക്ഷെ തിരിച്ചു വന്നത് മനക്കെട്ടിയുമായിട്ടാ എന്നൊക്കെ സുലോചന പറയുന്നുണ്ട്. ഇനിയിപ്പോ കരാട്ടെ എങ്ങാനും പഠിക്കാനായിരിക്കോ അവള് പോരുന്നത് എന്ന് ഭാമ സംശയം പ്രകടിപ്പിക്കുമ്പോ, കരാട്ടയുടെ രീതിയൊന്നും ആയിരുന്നില്ല ഇന്ന് കാണിച്ചത്. നാടൻ ചുവടുകളല്ലായിരുന്നോ? പക്ഷെ കൺമണി ഇന്ന് ചെയ്തതേ ഒരു മാജിക് കാണിച്ച പോലെയായിരുന്നു. വിശ്വസിക്കാൻ പറ്റാത്ത കാഴ്ചകളായിരുന്നു ഇന്ന് കണ്ടത് മുഴുവൻ എന്നൊക്കെ സുലോചനയും പറയുന്നുണ്ട്. എന്തായാലും ശരി, കൺമണിയോട് ഇടപെടുമ്പോഴേ ഇനി നമുക്കൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. നമ്മളൊരു മയത്തിലൊക്കെ വേണമെന്ന് നിൽക്കാൻ. ഇനി കൺമണി എന്തു പറഞ്ഞാലും ഞാനതങ്ങ് സമ്മതിച്ചു കൊടുക്കും എന്നൊക്കെ അമ്മായിമാരൊരു തീരുമാനം എടുക്കുന്നുണ്ട്. കൺമണിക്ക് മനക്കുട്ടി കൂടി, അത് തന്നെയാ കാര്യം. പക്ഷെ കൺമണിയുടെ ഇടി ഇങ്ങനെയാണെങ്കിൽ ക്രിഷ് സാറിന്റെ ഇടി എന്തായിരിക്കും എന്നൊക്കെ ഓർത്തു പോകുന്നുണ്ട് ശാന്ത. ധനലക്ഷ്മി ആണെങ്കിൽ തലയിൽ കൈയും വെച്ച് നിരാശയോടെ ഇരിക്കുകയാണ്. ഈ സമയം ശ്രീനിവാസൻ വന്നിട്ട്, ഇനി ഈ വീട് സമാധാനത്തോടെ മുന്നോട്ട് പോകണം, വാശിയും വൈരാഗ്യമൊക്കെ നമുക്ക് നിർത്താം, കാര്യങ്ങളൊക്കെ കലങ്ങി തെളിഞ്ഞല്ലോ എന്നൊക്കെ ധനലക്ഷ്മിക്ക് പറഞ്ഞു കൊടുക്കുമ്പോ ധനലക്ഷ്മി ശ്രീനിവാസന്റെ നേരെ ചൂടാവുകയാണ്. കലങ്ങി തെളിഞ്ഞെന്നോ? എന്നാ കേട്ടോ, നേരത്തെ കലങ്ങിയത് ഇനി കൂടുതൽ കലങ്ങാൻ പോവുക. കണ്ടോ ഇനി എന്തൊക്കെയാ ഞാൻ നടത്താൻ പോകുന്നതെന്ന്. ഞാൻ നിധി പോലെ സൂക്ഷിച്ച പൊന്നും പടവുമാണ് അവൾ ഇല്ലാതാക്കിയത്. അത് ഞാൻ ഒരിക്കലും മറക്കില്ല. അച്ഛനെയും മോളെയും കൊണ്ട് നക്ഷത്രക്കാലം എണ്ണിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ആ കൃഷിന്റെ കൂടെ കണ്ടിടത്തൊക്കെ കറങ്ങി ഇറങ്ങിട്ട് ഇങ്ങോട്ട് വന്ന് കയറിയപ്പോ അത് ചോദിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ ഇങ്ങോട്ട് തട്ടി കയറിയത്. മാസം ഏതാണെന്ന് നോക്കി വെച്ചോ, 10ാം മാസം കഴിയുമ്പോഴേ ഇവിടെ പല വിശേഷങ്ങളും നടക്കും. ഇതൊക്കെ കേട്ട് ശ്രീനിവാസന് ആകെ വിഷമമാവുന്നുണ്ട്. തുടർന്ന് ധനലക്ഷ്മി പറയുന്നുണ്ട്, വരുണിന്റെ മുമ്പിൽ അവൾ അങ്ങോട്ട് ജയിച്ചു. ആ മാറിനെ എങ്ങനെയെങ്കിലും ഇറങ്ങിപ്പോട്ടെ എന്ന് കരുതിയാ ഞാനും മിണ്ടാതിരുന്നത്. പക്ഷേ എനിക്ക് എന്തായാലും എന്റെ 101 പവൻ തിരികെ കിട്ടുക തന്നെ വേണം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അവൾ ഉണ്ടാക്കി തന്നേ പറ്റൂ. ഇനി ഈ ധനലക്ഷ്മിയുടെ മുഖം അവള് ശരിക്കും കാണാൻ പോകുന്നേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ പറഞ്ഞ ശ്രീനിവാസനെ പേടിപ്പിക്കുന്നുണ്ട്. പക്ഷെ പെട്ടെന്നാണ് ഒരു കയ്യടി ശബ്ദം കേൾക്കുന്നത്. ധനലക്ഷ്മി മുഖം തിരിച്ചു നോക്കുന്നതും അതാ കൺമണിയാണ് കൈയടിച്ചുകൊണ്ട് നിൽക്കുന്നത്. കൂടെ ഗോകുലുണ്ട്. കൺമണി ധനലക്ഷ്മിയെ കളിയാക്കുന്നുണ്ട്. ആഹാ, നല്ല മാസ് ഡയലോഗ്. ഇതിനല്ലെങ്കിൽ പിന്നെ ഏതിനാ ഞാൻ കൈ അടിക്കേണ്ടത്? യഥാർത്ഥ മുഖം കാണുമെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? എവിടെ യഥാർത്ഥ മുഖം ഒന്ന് കാണട്ടെ. ധനലക്ഷ്മി ആണെങ്കിൽ ഇതൊക്കെ കേട്ട് പഴം വിഴുങ്ങിയതുപോലെ നിൽക്കുകയാണ്. അപ്പൊ കൺമണി അടുത്ത് എന്നിട്ട് പറയും, നിങ്ങളുടെ യഥാർത്ഥ മുഖമല്ല, മനസ്സും കള്ളമാണെന്ന് എനിക്ക് എന്നേ അറിയാമായിരുന്നു. ദുഷ്ടതയുടെയും അത്യാഗ്രഹത്തിന്റെയും ആർത്തിയുടെയൊക്കെ ഒരു ആൾരൂപമാണ് നിങ്ങൾ. സ്നേഹം എന്ന് പറയുന്ന ഒരു വാക്ക് നിങ്ങൾക്ക് അറിയില്ല. മനുഷ്യപ്പറ്റ് നിങ്ങളുടെ 7 അയലത്ത് പോലും പോയിട്ടില്ല. മറ്റുള്ളവരെ മനസ്സിലാക്കാനും അറിയില്ല. എന്തിന് സ്വന്തം മകനെ പോലും നല്ലൊരു മനുഷ്യനാക്കണമെന്നുള്ള ഒരു ചിന്ത നിങ്ങൾക്കില്ല. നല്ലത് പ്രവർത്തിക്കില്ല എന്ന് മാത്രമല്ല, അത് പറഞ്ഞു തരുന്നവരെയും നിങ്ങൾക്ക് ഇഷ്ടമല്ല. ഇഷ്ടം ഒന്നിനോട് മാത്രം, പണം. നിങ്ങളുടെ യഥാർത്ഥ മുഖം പ്രത്യേകിച്ച് ഇനി കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് ഊഹിക്കാൻ പറ്റും. ഇതൊക്കെ കേട്ട് ധനലക്ഷ്മിക്ക് കലി വരുന്നുണ്ട്. നിർത്താൻ പറഞ്ഞ് അലറുന്നുണ്ട് കൺമണിയോട്. എന്നാൽ താൻ ഇനി വാചകമടിയൊക്കെ നിർത്തിയെന്നും ഇനി അടിയേ ഉള്ളൂ, അതും നല്ല നാടൻ അടി. ധനലക്ഷ്മി പരിഹാസത്തോടെ ചോദിക്കുന്നുണ്ട്, വരുണിനെ അങ്ങോട്ട് പുറത്താക്കിയെന്ന് വെച്ച് നീ 3 ലോകവും കീഴടക്കിയെന്നാണോ വിചാരിച്ചിരിക്കുന്നത്? 3 ലോകവും കീഴടക്കിയത് കൊണ്ട് കാര്യമില്ലെന്ന് എനിക്കറിയാലോ. നിങ്ങളെ കീഴടക്കണം, എന്നാലേ വിജയം പൂർത്തിയാകൂ. എന്നാൽ നീ പറയുന്നതൊക്കെ ഒരു MD നിന്റെ കൂടെ ഉള്ളതിന്റെ അഹങ്കാരത്തിലല്ലേ എന്നും. പക്ഷെ ധനലക്ഷ്മിയുടെ അടുത്ത് അതൊന്നും വേണ്ടെന്നും എനിക്ക് വരുത്തിയ നഷ്ടത്തിന്റെ കണക്ക് ഞാൻ അവസാനിപ്പിക്കാൻ പോകുന്ന എങ്ങനെയാണെന്ന് നീ കണ്ടോളാനും വെല്ലുവിളിക്കുന്നുണ്ട് കേട്ടോ ധനലക്ഷ്മി. എന്നാൽ ധനലക്ഷ്മിയുടെ ഭീഷണി ഒന്നും കൺമണിക്ക് മുമ്പിൽ ഏൽക്കുന്നില്ല.
എടുക്കുന്നില്ല. ഞാൻ കൺമണിയാ. പണം തരാനുള്ളവരുടെ അടുത്ത് നിങ്ങൾ എടുക്കുന്ന അടവും കൊണ്ട് ഈ കൺമണിയുടെ അടുത്ത് വന്നാലുണ്ടല്ലോ എല്ലിന്റെ എണ്ണം കൂടും, പല്ലിന്റെ എണ്ണം കുറയും എന്നല്ല ചുട്ട മറുപടി കൺമണി കൊടുക്കുന്നുണ്ട്. ഇതും കൂടെ കേൾക്കുമ്പോഴത്തേക്കും നിയന്ത്രണം വിട്ട ധനലക്ഷ്മി കൺമണിയെ തല്ലാനായിട്ട് കൈ പോക്കുന്നുണ്ട്. എന്നാൽ കൺമണി കൊണ്ട് അത് കൊള്ളുന്നു. ധനലക്ഷ്മിയുടെ അടി തടഞ്ഞിട്ട് കൺമണി കൈ അങ്ങോട്ട് പിടിച്ച് തിരിച്ച് ശരിക്കും വേദനിപ്പിക്കുകയാണ് ധനലക്ഷ്മിയെ. ധനലക്ഷ്മിക്ക് ശരിക്കും വേദന എടുക്കുന്നുണ്ട്. എന്റെ കൈ വിടാൻ പറഞ്ഞ് നിലവിളിക്കും. ശ്രീനിയാണെങ്കിലും പറയുന്നുണ്ട് കൺമണിയോട് ധനലക്ഷ്മിയെ വിടാനും ഉപദ്രവിക്കേണ്ടെന്നും. എന്നാൽ കൺമണി ധനലക്ഷ്മിക്കായിട്ട് രണ്ട് കൊടുക്കാൻ തന്നെ തീരുമാനിച്ചുറപ്പിച്ചിരിക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ ധനലക്ഷ്മിയെ ശാരീരികമായിട്ട് ഉപദ്രവിച്ച് മാക്സിമം വേദനിപ്പിക്കുന്നുണ്ട്. ഒടുവിൽ ധനലക്ഷ്മി വേറെ നിവൃത്തിയില്ലാതെ കൺമണിയോട് സോറി പറയുന്നുണ്ട്. ഞാൻ നിവൃത്തിയില്ലാതെ ഓരോന്ന് പറഞ്ഞതാ, എനിക്ക് ഒറ്റ മുഖമേ ഉള്ളൂ. മാത്രമല്ല ഇനി ഈ വീട്ടിൽ ഞാൻ ഒരു പ്രശ്നം ഉണ്ടാകില്ലെന്നും അച്ഛനെയും ഇനി വേദനിപ്പിക്കില്ലെന്നും കൺമണിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. കൺമണിയാണെങ്കിൽ എന്നിട്ടും വിടുന്നില്ല. ധനലക്ഷ്മിയെ കൊണ്ട് ശ്രീനിവാസനോട് മാപ്പും ചോദിപ്പിക്കുന്നുണ്ട്. ധനലക്ഷ്മി മാപ്പ് എന്ന് പറഞ്ഞ് ശ്രീനിയുടെ മുമ്പിൽ കരയും. അങ്ങനെ പിന്നെ ശ്രീനിയും കൂടെ കൺമണിയോട് ധനലക്ഷ്മിയെ വിടാൻ പറയുമ്പോഴാണ് കൺമണി അത് നിർത്തുന്നത്. അവസാനമായിട്ട് കൺമണി വീണ്ടും പറയുന്നുണ്ട്, നോക്ക്, ഇതെന്റെ വീടാ. ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഇനി തീരുമാനിക്കുന്ന ഞാനാ. ഞാൻ പറയുന്നത് അംഗീകരിച്ച് അനുസരിച്ച് ഇവിടെ നിൽക്കുന്നവർ മാത്രം ഇവിടെ നിന്നാ മതി. ഇനി ഇവിടെ ഉടായ്പ കാണിക്കാൻ വന്നാൽ വരുണിനെ തൂക്കിയെടുത്ത് പുറത്താക്കി തരുതാലോ. അതിലും മോശമായിട്ട് നിങ്ങൾക്ക് പുറത്തു പോകേണ്ടി വരും. അത് ഓർത്തു വെച്ചോ. പിന്നെ ഒരു കാര്യം കൂടെ, എന്റെ അച്ഛന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണീര് നിങ്ങൾ കാരണം വന്നാൽ പിന്നെ ജീവിതാവസാനം വരെ നിങ്ങളെ ഞാൻ കരയിപ്പിക്കും. കൺമണിയാണ് പറയുന്നത്. അതും കൂടെ മനസ്സിലിരിക്കട്ടെ എന്നും പറഞ്ഞ് നല്ല മാസമായിക്കൊണ്ട് തന്നെ കൺമണി പോകുന്നുണ്ട്. കൺമണിയുടെ ഈ പ്രകടനം കണ്ട് കോരിത്തെരിച്ച് നിൽക്കുകയായിരുന്നല്ലോ വരുൺ. എല്ലാം കഴിഞ്ഞ് അടിപൊളിയെന്ന് കൺമണിയോട് പറയാനും അവൻ മറക്കുന്നില്ല. അതിനുശേഷം കാണിക്കുന്നത് കൃഷി വിഷമത്തോടെ ആശുപത്രിയിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം തുറന്നു പറയുന്നുണ്ട്. തന്റെ അച്ഛനെ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ടാണ് കൺമണി ഇങ്ങോട്ട് ഓടിപ്പാഞ്ഞു വന്നതെന്നും. എന്നാൽ മാനസ കൺമണിയെ ആക്ഷേപിച്ചു. അവളുടെ സംസാരം എല്ലാം കേട്ട് എനിക്ക് അവളെ തല്ലാനാണ് തോന്നിയതെങ്കിലും സാഹചര്യം നോക്കി ഞാൻ ക്ഷമിക്കുകയായിരുന്നു. പക്ഷെ ആശുപത്രിയിൽ നിന്നും അച്ഛനൊന്ന് ഇറങ്ങട്ടെ എന്നും മാനസ ചെയ്തതിനെല്ലാം മുതലും പലിശയും ചേർത്ത് കൊടുക്കണമെന്നും കൃഷി തീരുമാനിക്കുന്നുണ്ട്. ഡിസൈൻ പൂർത്തിയാക്കിയ സന്തോഷം ആഘോഷിക്കാനിരിക്കുകയായിരുന്നെന്നും. എന്നാൽ അതൊക്കെ താറുമാറായി. മാത്രമല്ല ഈ മാനസ അമ്മയുടെ മനസ്സ് മാറ്റുക എന്നൊരു സംശയവും കൃഷി ഇതേ അവസരത്തിൽ പങ്കുവെക്കുന്നുണ്ട് മഹിയോട്. എല്ലാം കേട്ട് കഴിയുമ്പോൾ മഹിയാണെങ്കിലും ഡിസൈൻ കൺമണിയുടെ കയ്യിൽ നിന്നും വാങ്ങി കൊണ്ടുപോകുന്നതിനിടെ അത് തട്ടിപ്പറിച്ചുകൊണ്ട് പോകാനൊരു ശ്രമം ആരൊക്കെയോ ചേർന്ന് നടത്തുന്നുണ്ടായിരുന്നു. അതിനു പിന്നിലും ഈ മാനസയാണോ എന്നുള്ളൊരു സംശയം കൃഷ്ണനോട് തുറന്നു പറയും. ഇത്രയും വലിയ സംഭവം നടന്നിട്ട് നീ എന്തുകൊണ്ട് അതെന്നെ അറിയിച്ചില്ലെന്ന് കൃഷി മഹിയെ കുറ്റപ്പെടുത്തുമ്പോൾ അത് പിന്നെ നിങ്ങളുടെ അവിടുത്തെ സാഹചര്യം നോക്കിയാണ്ട ഞാനൊന്നും പറയാതിരുന്നത്. ആ അനിരുദ്ധാണെങ്കിൽ ഇപ്പൊ ആശുപത്രിയിലാ. കരീം സാഹിബും പിള്ളേരും ശരിക്കും പെരുമാറിയിട്ടുണ്ടാവനെ. ദേവ് സാറിന് ആദ്യമേ ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു. അതനുസരിച്ചിട്ട് ചില മുൻകരുതലുകൾ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങോട്ട് പോകുന്ന കാര്യം ദേവ് സാർ എന്നോട് പറഞ്ഞപ്പോ ശ്രീദേവിയും അടുത്തുണ്ടായിരുന്നു എന്ന് മഹി പറഞ്ഞതിനെ തുടർന്ന് കൃഷി ഉറപ്പാക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പിന്നിൽ മാനസ തന്നെയായിരിക്കും. ശ്രീദേവി ഉടനെ തന്നെ ആ കാര്യം മാനസയെ വിളിച്ച് അറിയിച്ചിട്ടുണ്ടായിരിക്കും. ഞങ്ങളുള്ള സ്ഥലം എവിടെയാണെന്ന് മനസ്സിലാക്കി മാനസ കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്തു കാണും. വരുൺ വഴിയായിരിക്കും അനിരുദ്ധിലേക്ക് എത്തിയതും. എന്തായാലും ഇത്രയൊക്കെ ചതി പ്രവർത്തിക്കുന്ന അവളെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല എന്ന ഉള്ളിൽ തട്ടി പ്രതികാരത്തോടെ തന്നെ പറയുന്നുണ്ട് കേട്ടോ കൃഷ്. അതിനുശേഷം കാണിക്കുന്നത് അഡ്വക്കേറ്റ് ഷൺമുഖദാസ് സുമിത്രയോടും ബാലുവിനോടായിട്ട് പറയുന്നുണ്ട്, ആശുപത്രിയിലെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ടുണ്ട്. താൻ ഏർപ്പാടാക്കിയ ഗുണ്ടകൾ റെഡിയാണ്. പറയുന്ന സമയത്ത് അവർ പുറപ്പെടുവെന്ന്. ഇതേ സമയം സുമിത്ര സംശയത്തോട് ചോദിക്കുന്നുണ്ട്, കുഴപ്പമൊന്നും ആവില്ലായിരിക്കും അല്ലേ എന്ന്. പേടിയുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഷൺമുഖദാസ്. അത് കേട്ടിട്ട് പേടിയൊന്നുമില്ല. ഷൺമുഖദാസ് വക്കീൽ കൂടെ ഉള്ളപ്പോ ഇരട്ടി ധൈര്യമാണ് എന്ന് സുമിത്ര മറുപടി കൊടുക്കുകയാണ്. ബാലഗോപാൽ ചോദിക്കുന്നുണ്ട്, ആശുപത്രിയിൽ ഒരു കൊലപാതകമൊക്കെ നടന്നു കഴിഞ്ഞാൽ അതിന്റെ പിന്നിൽ അന്വേഷണം ഉണ്ടാവില്ലേ എന്ന്. എന്നാൽ അതിന്റെ കാര്യമൊന്നും ഓർത്ത് പേടിക്കണ്ടെന്നും അതൊക്കെ ഞാൻ നോക്കിക്കോളാമെന്ന് ഏൽക്കുകയാണ് വക്കീൽ. സുമിത്രയാണെങ്കിലും സംശയത്തോടെ ചോദിക്കും, സാഗറിന്റെ കൊലപാതകം നടന്നിട്ട് അതെങ്ങനെ ബലരാമനുമായിട്ട് ബന്ധിപ്പിക്കുമെന്ന്. എന്നാൽ വക്കീൽ എല്ലാത്തിനും ഒരു മാർഗം കണ്ടുപിടിച്ചിട്ടുണ്ട്. അതൊക്കെ എനിക്ക് വിട്ടുതരാൻ തന്നെ അവരോട് പറയുന്നു. സാഗർ കൊല്ലപ്പെടുന്നതിന് മുമ്പ് അയാളെ ബലരാമനാണ് തന്റെ മകനെന്ന് ഞാൻ അറിയിച്ചിരിക്കുമെന്ന് തന്നെ ഉറപ്പ് കൊടുക്കുകയാണ്. ഇതേ സമയത്താണ് പോലീസ് സുമിത്രയുടെ വീട്ടിലേക്ക് വരുന്നത്. SI അറിയിക്കുന്നുണ്ട്, നിങ്ങളുടെ പേരിൽ ഒരു പരാതി കിട്ടിയിട്ടുണ്ടെന്നും ജീവന് ഭീഷണി ഉണ്ടെന്ന് കാണിച്ച് ഒരു പെൺകുട്ടി പരാതി തന്നിട്ടുണ്ട്. ചോദ്യം ചെയ്യാൻ നിങ്ങളൊന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് വരേണ്ടി വരും. ഷൺമുഖദാസിനെതിരെയും പരാതി ഉണ്ടെന്ന് അറിയിക്കുന്നുണ്ട്. പരാതിക്കാരി ഭാഗ്യശ്രീ ആണെന്നും കൂടെ SI അറിയിക്കുന്നത് കേട്ടിട്ട് 3 പേരും ഞെട്ടുന്നുണ്ട്. ഇതേ സമയം വക്കീൽ ഒരു തന്ത്രം പ്രയോഗിക്കുന്നുണ്ട്. ഭാഗ്യശ്രീ മെന്റലി ഓക്കെ അല്ലെന്നും ചികിത്സയിലാണെന്നും ഒക്കെ ഒരു തന്ത്രം പ്രയോഗിക്കുന്നുണ്ട്. പക്ഷെ SI എന്നിട്ടും അവരോട് വരാൻ തന്നെ ആവശ്യപ്പെടുകയാണ് സ്റ്റേഷനിലേക്ക്. എല്ലാവരും ഒന്ന് വണ്ടിയിൽ കയറാൻ തന്നെ തീർത്തും പറയുന്നു. എന്നാൽ ഇത്രയൊക്കെ പറഞ്ഞിട്ടും അവർ തയ്യാറാവുന്നില്ല വരാൻ. ഞാൻ DYSPയെ വിളിക്കാന്നൊക്കെ ഷൺമുഖദാസ് പറയുന്നുണ്ട് ഭീഷണിപ്പെടുത്തി. പക്ഷേ SI
പറയും ഡിവൈഎസ്പിയുടെ ഓർഡർ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ കേസ് അന്വേഷിക്കണമെന്ന്. നിങ്ങൾ എത്ര വലിയ ആളുകളാണെന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ഞങ്ങൾക്ക് പരാതിയെക്കുറിച്ച് അന്വേഷിച്ചേ പറ്റൂ. അതുകൊണ്ട് വേഗം സ്റ്റേഷനിലേക്ക് വരാനും ബലം പ്രയോഗിച്ച് കൊണ്ടുപോകേണ്ടി വരുമെന്നും SI ഓർമ്മിപ്പിക്കുമ്പോൾ ഒടുവിൽ നിവൃത്തിയില്ലാതെ വരാമെന്ന് സമ്മതിച്ചു പോവുകയാണ്. ഞങ്ങൾ ഞങ്ങളുടെ വണ്ടിയിൽ വന്നോളാം എന്ന് പറയുകയാണ് ഷൺമുഖദാസ്. അത് സമ്മതിച്ച് SI പോവുകയും ചെയ്യുന്നു. അതിനുശേഷം കാണിക്കുന്നത് മാനസ് ശ്രീദേവിയെ വിളിച്ചിട്ട് കൺമണിയും അലികയിലുണ്ടോന്ന് ചോദിക്കുമ്പോൾ ഇല്ലെന്നാണ് പറയുന്നത്. പക്ഷേ ദേവ്സാറിന്റെ ക്യാബിനിൽ വേറെ 2 സ്ത്രീകൾ വന്നിരിക്കുന്നുണ്ടെന്ന് ശ്രീദേവി അറിയിക്കുമ്പോൾ അത് ആരാണെന്ന് അറിയാതെ മാനസയ്ക്ക് ഒരു മനസ്സമാധാനമില്ല. അതുകൊണ്ട് അത് ആരാണെന്ന് അന്വേഷിക്കാൻ ശ്രീദേവിയെ ചുമതലപ്പെടുത്തുകയാണ് കേട്ടോ മാനസ. ശ്രീദേവിയുമായിട്ട് അങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോഴായിരിക്കും കൃഷ് മാനസയുടെ അടുത്തേക്ക് വരുന്നത്. കൃഷ് വരുന്നത് കാണുന്നതും മാനസ വേഗം ഫോൺ കട്ടിയും. തുടർന്ന് കൃഷ് മാനസയോട് ചോദിക്കുകയാണ്, ശങ്കർ മോഹൻ സാറിന്റെ ഡിസൈൻ ഓഫീസിലേക്ക് എത്തിക്കുന്നതിനിടയിൽ ചില സംഭവങ്ങളൊക്കെ നടന്നു, നീ അറിഞ്ഞു കാണുമല്ലോ. എന്നാൽ മാനസ കൃഷിന്റെ മുമ്പിൽ തകർത്ത് അഭിനയിക്കുകയാണ്, തനിക്കൊന്നും അറിയില്ലായിരുന്നെന്നും. ഞാനിപ്പോ സസ്പെൻഷനിലല്ലേ, പിന്നെ കമ്പനിയിലെ കാര്യങ്ങളൊക്കെ ഞാൻ എങ്ങനെ അറിയാനാണെന്ന് മാനസ ചോദിക്കുമ്പോൾ, കമ്പനിയിൽ നിനക്കൊരാളുണ്ടല്ലോ എല്ലാ വിവരങ്ങളും എത്തിച്ചു തരാൻ, നിന്റെ കൂട്ടുകാരി, അവള് നിന്നെ വിളിച്ച് കാര്യങ്ങളൊന്നും അറിയിക്കാറില്ലേ എന്നുള്ള കൃഷിന്റെ ചോദ്യം കേട്ടിട്ട് എന്താ കൃഷ് എന്തൊക്കെയായി പറയുന്നത് എന്നൊന്നും അറിയാത്ത രീതിയിൽ ചോദിച്ചു പോവുകയാണ് മാനസ. അപ്പൊ കൃഷ് പറയും, കൺമണിയുടെ ഡിസൈൻ വഴിയിൽ വെച്ച് മഹിക്കെതിരെ കള്ളക്കേസ് ഉണ്ടാക്കി തട്ടിയെടുത്തു, അതൊന്നും നീ അറിഞ്ഞില്ല അല്ലെ? പിന്നെ ആ CI അനിരുദ്ധ് എന്റെ കയ്യിൽ നിന്ന് പണ്ട് തല്ല് കിട്ടിയവനാ, അവനാണ് ഇതിന് പിന്നിൽ കളിച്ചത്. അവന് പക്ഷെ അതിനുള്ള കൂലി കൊടുത്തിട്ടുണ്ട് കരീം സാഹിബിന്റെ ആൾക്കാർ. സത്യം പറഞ്ഞു, അനിരുദ്ധനെ നീയല്ലേ ഇറക്കിയത്. മാനസയാണെങ്കിൽ താൻ നിരപരാധിയാണെന്നുള്ള മട്ടില് പലതും പറയുന്നുണ്ട് കൃഷിനോട്. എന്നാൽ മാനസയോടുള്ള അടങ്ങാത്ത ദേഷ്യം മനസ്സിലുള്ള കൃഷ് എല്ലാം കേട്ട് കഴിഞ്ഞിട്ട് മാനസയോട്, നിർത്തടി, അച്ഛനൊന്ന് ഇറങ്ങിക്കഴിയട്ടെ, പിന്നെ നിന്റെ അസുഖം ഞാൻ തീർത്തു തരും. എന്നാൽ മാനസ പേടിക്കുന്നില്ല, ഞാൻ പെർഫെക്റ്റ് ആണെന്നും അസുഖമൊക്കെ കൃഷിനാണെന്നും തിരിച്ചു പറയുന്നുണ്ട്. ഒരു പെണ്ണിന് ആശ കൊടുത്ത് വിവാഹമോദരം അണിയിപ്പിച്ചിട്ടാ മറ്റൊരു പെണ്ണിന്റെ കൂടെ നടക്കുന്നത്, ആ അസുഖം ഞാനും അങ്ങോട്ട് തീർത്തു തരാം എന്നൊക്കെ പറയുമ്പോ ഇത്രയും കേൾക്കുന്ന കൃഷാണെങ്കിൽ മാനസയെ തല്ലാനായിട്ട് കൈപൊക്കുന്നുണ്ട്. എന്നാൽ പിന്നീട് അടിക്കണ്ടെന്ന് വെക്കും. അപ്പൊ മാനസ് പറയും, എന്തിനാ വേണ്ടെന്ന് വെച്ചത്, എന്നെ തല്ലിക്കോ, എന്തിനാ നിർത്തിക്കളഞ്ഞത്? പക്ഷെ കൃഷ് പറയും, ഞാൻ പേടിച്ചിട്ടൊന്നും അല്ല അടിക്കണ്ടെന്ന് വെച്ചത്, സാഹചര്യം ശരിയല്ല, ആദ്യം എന്റെ അച്ഛനൊന്ന് പുറത്തിറങ്ങിക്കോട്ടെ. ഇതേസമയം മാനസയും പറയുന്നുണ്ട്, അങ്കിള് പുറത്തിറങ്ങാൻ വേണ്ടി തന്നെ ഞാനും കാത്തിരിക്കുന്നത്. ഞാൻ മാത്രമല്ല, ആന്റിയമ്മയും സുജാതാന്റിയും എല്ലാവരും കാത്തിരിക്കുന്നത്. എന്തിനാ വിചാരണ നടത്തി എനിക്കുള്ള ശിക്ഷ വിധിക്കാനാണെന്ന് കൃഷ്ണന്റെ ചോദ്യത്തില്, അതൊക്കെ അപ്പ കണ്ടാ മതി, കണ്ണടച്ച് പാല് കുടിച്ച ആരും അറിയില്ലെന്നാണ് ചില മിണ്ടാപ്പൂച്ചകളുടെ തോന്നല്. ആ കള്ളപ്പൂച്ചകളെയൊക്കെ ചെവിയിൽ തൂക്കി എറിയുന്നുണ്ട് എന്നിങ്ങനെ അർത്ഥം വെച്ച് സംസാരിക്കുന്ന മാനസയോട് കാര്യം എന്താണെന്ന് മുഖത്ത് നോക്കി തന്നെ പറയാൻ ആവശ്യപ്പെടുന്നുണ്ട് കൃഷ്. അപ്പൊ മാനസ് പറയും, ശരി, ഞാൻ മുഖത്ത് നോക്കി പറയാം. കൺമണിയുമായിട്ട് എന്തെങ്കിലും ചുറ്റിക്കളി ഉണ്ടെങ്കിൽ ഒന്നും വർക്കൗട്ട് ആവാൻ പോകുന്നില്ല കൃഷ്. നേരത്തെ ഞാൻ അവളോട് പറഞ്ഞു കിട്ടിയതൊന്നും വിട്ടു കൊടുക്കില്ലാന്ന്. ഇനി കൃഷ്ണനോടും പറയാം, ഈ കയ്യിൽ വന്നത് എന്റെ കൈവെള്ളയിൽ തന്നെ ഉണ്ടാവും. വിരലുകൾ കൊണ്ട് ഞാനത് അമർത്തി പിടിച്ച് സൂക്ഷിച്ചു വയ്ക്കും. ഈ കളിയിൽ ഞാൻ തന്നെ വിജയിക്കുകയും ചെയ്യും. എന്നാൽ ഇത്രയും കേൾക്കുന്ന കൃഷ് പരിഹാസത്തോടെ പറയുന്നുണ്ട്, അല്ലെങ്കിൽ കള്ളക്കളി കാണിച്ച് ജയിക്കാൻ നീ പണ്ടേ മിടുക്കിയ. പക്ഷെ ഒരു കാര്യം, കള്ളങ്ങളെ കയ്യോടെ പൊക്കുന്ന കാലമാണിത്. കള്ളികൾക്കും കള്ളന്മാർക്കൊന്നും വലിയ നിലനിൽപ്പില്ല. രണ്ടുപേരും തമ്മിൽ ഇങ്ങനെ തർക്കിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ആന്റിയമ്മയുടെ വരവ്. ആന്റിയമ്മയാണെങ്കിൽ മാനസയ്ക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ട് കൃഷ്ണനോട്. നീ ഇല്ലാത്ത സമയത്ത് മാനസൊന്ന് ശരിക്കും ഉറങ്ങാറ് പോലുമില്ല. കൃഷ്ണനറിയാലോ അതൊക്കെ സത്യമല്ലെന്ന്. അതുകൊണ്ട് തന്നെ പരിഹാസത്തോടെ പറയും, ആണോ, അങ്ങനെയാണോ, കഷ്ടമായി പോയല്ലോ, എങ്കിൽ പിന്നെ സ്ലീപ്പിംഗ് പിൽസ് എടുക്കായിരുന്നില്ലേ എന്നൊക്കെ കളിയാക്കുന്നുണ്ട്. ആന്റിയമ്മ അത് കേട്ടിട്ട് ഇവൻ അല്ലെങ്കിലും പണ്ടേ തമാശയെ പറയൂ എന്നിങ്ങനെ മാനസയോടായിട്ട് പറയുമ്പോൾ മാനസയും അതേ നാണയത്തിൽ തന്നെ തിരിച്ചു പറയുന്നുണ്ട്, എനിക്കും തമാശ വളരെ ഇഷ്ടമാണ്. കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങള് തമാശയോട് തമാശയായിരിക്കും. അത് ശരിയാണെന്ന് കൃഷ്ണൻ സമ്മതിക്കുന്നുണ്ട്. ആദ്യം നീ ഒരു തമാശ പറയും, പിന്നെ ഞാനൊരു തമാശ പറയും. എന്റെ തമാശ കേട്ട് നീ ചിരിച്ച് ചിരിച്ച് കുഴയും, അവസാനം നീ കരയും. ഏതായാലും ഇങ്ങനെയും പറഞ്ഞിട്ടാണ് കൃഷ് പോകുന്നത്. ആന്റിയമ്മ ചോദിക്കുന്നുണ്ട് അതിന് ശേഷം മാനസയോട് അവൻ വഴങ്ങുന്നുണ്ടോ എന്ന്. എന്നാൽ മാനസ പറയും, അവൻ വഴങ്ങുന്നില്ലയോ എന്നുള്ളതൊന്നും ഇപ്പൊ എനിക്കൊരു പ്രശ്നമല്ല ആന്റിയമ്മ, ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, അവൻ എന്റെ കഴുത്തിൽ താലി കെട്ടണം, ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. അതിനുശേഷം SI ഭാഗ്യശ്രീയെ വിളിച്ചിട്ട് സുമിത്രയും ബാലഗോപാലിനെയും ഷൺമുഖദാസനെയും ചോദ്യം ചെയ്യാൻ പോലീസ് സ്റ്റേഷനിലേക്ക് വരുത്തിയിട്ടുണ്ടെന്നും ഉടൻ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നും അറിയിക്കുമ്പോൾ ഭാഗ്യശ്രീക്ക് അത് കേട്ട് സന്തോഷമാവുന്നുണ്ട്. ദേവ്ജിയോടും ഇക്കാര്യം അറിയിക്കുന്നുണ്ട് ഭാഗ്യശ്രീ. ദുഷ്ട മനസ്സുള്ളവർക്ക് അങ്ങനെ തന്നെ വേണമെന്ന് ദേവ്ജി അഭിപ്രായപ്പെടുന്നു. അങ്ങനെ ശ്രീദേവി താൻ ഇനി സ്റ്റേഷനിലേക്ക് ചെല്ലുകയാണെന്നും അവിടെ ചെന്നിട്ട് കാര്യങ്ങളെല്ലാം അറിഞ്ഞതിന് ശേഷം വേണം ബാക്കി എന്ത് വേണമെന്ന് തീരുമാനിക്കാൻ. ഇങ്ങനെയും പറഞ്ഞ് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചോളാനും
ഞങ്ങൾ കൂടെ ഉണ്ടെന്നും ഭാഗ്യശ്രീയോടായിട്ട് പറയുകയാണ് ദേവ്ജി. ഇത് കേൾക്കുന്ന ഭാഗ്യശ്രീ ദേവ്ജിയോട് നന്ദിയൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ദേവ്ജിയോട് യാത്രയെല്ലാം പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുന്ന ഭാഗ്യശ്രീക്ക് മറ്റൊരു ഫോൺ കോൾ വരികയാണ്. എന്നാൽ ആ ഫോൺ കോളിൽ നിന്നും അറിയുന്ന കാര്യം കേട്ട് ഭാഗ്യശ്രീ ഇങ്ങനെ സ്തബ്ധയായിട്ട് നിൽക്കുകയാണ്. ദേവ്ജിക്ക് അത് കണ്ടിട്ട് എന്തോ പന്തികേടുണ്ടെന്ന് തോന്നുകയും ഭാഗ്യശ്രീയോട് എന്താണ് കാര്യമെന്നും ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് ഭാഗ്യശ്രീ ആ കാര്യം ദേവ്ജിയോട് പറയുന്നത്. അത് പിന്നെ ജയിലിൽ വെച്ച് ഏട്ടനൊരു ഗുണ്ടയുടെ കയ്യിൽ നിന്ന് കുത്തു കിട്ടിയെന്ന്, ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണെന്ന്. ദേവ്ജി ആണെങ്കിൽ ഈ വാർത്ത അറിഞ്ഞ് ആകെ ഷോക്കാവും. അതിനുശേഷം കൺമണി കൃഷ്ണനെ വിളിക്കുന്നുണ്ട്. സാഗർ സാറിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് കൺമണി ചോദിക്കുമ്പോൾ ഇപ്പൊ ഒന്നും പറയാറായിട്ടില്ല എന്നുള്ള കൃഷ്ണന്റെ മറുപടി കേട്ടിട്ട് കൺമണി കൃഷ്ണനെ സമാധാനിപ്പിക്കുന്നുണ്ട്. സാഗർ സാറിന് ഒന്നും വരില്ലെന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. അത് മാത്രമല്ല വരുണിനെ തൂക്കിയെടുത്ത് പുറത്തു കളഞ്ഞ കാര്യവും കൃഷ്ണനെ അറിയിക്കുന്നുണ്ട് കേട്ടോ കൺമണി. ഏട്ടത്തിയുടെ കയ്യിൽ നിന്ന് ആ പൊന്നും പണവും വാങ്ങിയെടുത്തിട്ട് അവന്റെ കയ്യിൽ വെച്ചു കൊടുത്തിട്ടാണ് അവനെ പറഞ്ഞയച്ചതെന്നും കൂടെ അറിയിക്കുമ്പോൾ കൃഷ്ണന് സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ കൺമണി തന്നെ വീട്ടിലൊരു ശുദ്ധികലശം നടത്തിയെന്നൊക്കെ പറയുമ്പോൾ അതെ, അതാണ് സാർ പറ്റിയ വാക്ക്. ഏതാണ്ട് ഒരു ശുദ്ധികലശം തന്നെയായിരുന്നു നടന്നത്. ചേട്ടത്തിയും ഒതുക്കി നിർത്തി. ചെറുതായിട്ടൊന്ന് ശക്തി പ്രയോഗിക്കേണ്ടി വന്നു. ഇതെല്ലാം കേട്ട് കൃഷ്ണ ആശ്ചര്യത്തോടെ കൺമണിയാള് കൊള്ളാലോ, ഇതൊക്കെ എങ്ങനെ സാധിച്ചു എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ കൺമണി പറഞ്ഞു കൊടുക്കും, എന്റെ ഗുരു കൃഷ് സാറല്ലേ, കൃഷ് സാറിന്റെ കൂടെ നിന്ന് ഞാനും അല്പം തടയൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ എല്ലാ കാര്യത്തിനും സാറാണ് എന്റെ മുമ്പില്. കണ്ണടച്ചാലും സാറ്, കണ്ണ് തുറന്നാലും സാറ്. വീട്ടിൽ വന്ന് ഞാൻ ഈ ഒരു കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ പിന്നെ കൃഷ് സാറായിട്ടങ്ങ് മാറി. ഇതെല്ലാം കേൾക്കുന്ന കൃഷ് എനിക്ക് ഗുരുദക്ഷിണ വേണമെന്ന് പറയുമ്പോൾ എന്നെ തന്നെ ഞാൻ സാറിന് സമർപ്പിച്ചിരിക്കുകയല്ലേ, അതിലും വലിയ എന്ത് ദക്ഷിണയാണ് ഞാൻ സാറിന് തരാനുള്ളത് എന്നിങ്ങനെ ചോദിക്കുകയാണ് കൺമണി. അങ്ങനെ കൺമണിയുമായിട്ട് സന്തോഷത്തോടെ സംസാരിച്ച് നിൽക്കുമ്പോഴാണ് ജയിൽ വാർഡൻ സഹദേവനെ ആശുപത്രിയിൽ കാണുന്നത്. മാത്രമല്ല ബലരാമനെ ക്രിട്ടിക്കലായിട്ട് ICUയിൽ പ്രവേശിപ്പിക്കാൻ കൊണ്ടുപോകുന്നതും കൃഷ് കാണുന്നുണ്ട്. എന്നിട്ട് കൺമണിയോട് ഞാൻ പിന്നെ വിളിക്കാന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യും. സുജാതയാണെങ്കിലും ബലരാമനെ ഈ ഒരു അവസ്ഥയിൽ കണ്ടിട്ട് ആകെ അന്തം വിട്ടു നിൽക്കുന്നുണ്ട്. കൃഷ് വന്നിട്ട് ചോദിക്കുന്നുണ്ട് പോലീസുകാരോട് എല്ലാവരോടുമായിട്ട് ഇവനെ എവിടേക്കാ കൊണ്ടുപോകുന്നതെന്ന്. ഇവനെ ഈ ICUയിലേക്കാണ് കൊണ്ടുപോകാൻ പോകുന്നതെങ്കിൽ ഞാൻ അതിന് സമ്മതിക്കില്ല. എന്നാൽ മേലുദ്യോഗസ്ഥന്റെ ഡ്യൂട്ടി തടയരുതെന്ന് പറഞ്ഞ് സഹദേവൻ കൃഷ്ണനെ വരട്ടുന്നുണ്ടെങ്കിലും കൃഷ് നല്ല ചുട്ട മറുപടി കൊടുക്കുന്നുണ്ട് സഹദേവന്. ഈ ബേളം കേട്ട് അങ്ങോട്ട് ഓടി വരുന്ന ആന്റിയമ്മയോടും കൃഷ് പറയുന്നുണ്ട്, ആന്റിയമ്മ ഇതിന് സമ്മതിച്ചു കൊടുക്കരുത്. അച്ഛനെ കൊല്ലാൻ നടക്കുന്നവനാണ് ഇവൻ. ഇപ്പൊ എന്തോ നാടകം നടത്തി എല്ലാവരെയും കൂട്ടിക്കൊണ്ട് വന്നിരിക്കുക. ഇവനെ ICUയിലേക്ക് അച്ഛന്റെ അടുത്തേക്ക് തന്നെ എത്തിക്കാൻ പോവുക. കൃഷ്ണനോട് വഴിമാറാൻ അലറുന്നുണ്ട് സഹദേവൻ. ഡ്യൂട്ടി തടസ്സപ്പെടുത്തി കഴിഞ്ഞാൽ ആക്ഷൻ എടുക്കുമെന്നും വരട്ടുമ്പോ എന്ത് ഡ്യൂട്ടി? കാശ് വാങ്ങിയിട്ട് ജയിൽ വാർഡൻ ഒത്താശ എന്നാണോ തന്റെ ഡ്യൂട്ടി? ഇവിടേക്ക് ഇവനെ കൊണ്ടുവന്നത് തന്നെ എന്തോ ലക്ഷ്യം വെച്ചിട്ട്. അതുകൊണ്ട് ICUയിൽ ഇവനെ കയറ്റാൻ ഞാൻ സമ്മതിക്കില്ലെന്ന് തീർത്തും പറഞ്ഞ് വാശിയോടെ നിൽക്കുകയാണ് കൃഷ്. സുജാതയ്ക്കും കൃഷ് പറഞ്ഞതുപോലെ തന്നെ ഇതിലെന്തോ സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ സുജാതയും അത് അവിടെ വെച്ച് പറയും. ഇതിലെന്തോ ദുരുദ്ദേശം ഉള്ളതിനാൽ അത് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ലെന്ന് തന്നെ പറയും. കൊന്നാലും ശരി ഇവനെ അകത്തേക്ക് വിടില്ലെന്നും പറഞ്ഞു നിൽക്കുന്ന കൃഷ്ണനെ സഹദേവൻ ദേഷ്യത്തോടെ വന്ന് പിടിച്ച് മാറ്റുന്നുണ്ട്. ഈ വഴക്കും ബഹളം എല്ലാം അറിഞ്ഞിട്ട് ഡോക്ടർ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്.